ഹായ് നമസ്കാരം. ഇതിപ്പോൾ ഏതാണ്ട് രാത്രി 10 മണി കഴിഞ്ഞു. അപ്പോൾ എൻ്റെ കമൻറ്റ് ബോക്സിൻ്റെ അകത്ത് ഇപ്പോൾ ഇന്ന് പ്രണവ് ഇഷ്യൂമായിട്ട് ബന്ധപ്പെട്ട് എൻ്റെ വീഡിയോ ഞാൻ ആ ഒരു കാര്യം ഞാൻ സംസാരിച്ചിരുന്നു. അതിനുശേഷം ഈ ഒരു സമയത്തോടു കൂടി എൻ്റെ കമൻറ്റ് ബോക്സിൽ നിന്നൊരു കമൻറ്റ് ഞാൻ വായിക്കാം. അതിനുശേഷം പറഞ്ഞ കാര്യങ്ങൾ ആ സ്ഥലത്തേക്ക് ഞാൻ പോയി നോക്കുകയും ചെയ്തു. ശരിക്കും പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി. ഇത് നിങ്ങളും ചിലപ്പോൾ ഞെട്ടാൻ സാധ്യതയുണ്ട്. ഞാൻ ആ കമൻറ്റ് നിങ്ങളെ കാണിച്ചു തരാം. അതിനുശേഷം ആ സ്ഥലത്തേക്ക് പിന്നീട് നിങ്ങൾ ചെന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ ഇതിനകത്തുള്ള കാര്യങ്ങളുടെ ഇത് പറയുന്ന ഈ ഒരു സംഭവം ശരിയോ തെറ്റോ ഒക്കെ ശരിക്കും പറഞ്ഞാൽ അവർക്ക് മാത്രമേ പറയാൻ വേണ്ടിയിട്ട് പറ്റൂ. പ്രവീണിനും പ്രണവിനും മാത്രമേ പറയാൻ പറ്റൂ. ആ ഫാമിലിക്കേ പറയാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അത് എന്താണെന്ന് വെച്ചാൽ അത് പുറത്ത് വരുമായിരിക്കും. കാരണം ഇത് 2 മാസത്തിന് മുമ്പായിട്ടൊരു കമൻറ്റാണ്, ഇപ്പോഴത്തെ അല്ല. നമുക്കത് വായിക്കാം. ഹേ ഗൈസ്, കീർത്തന രവീന്ദ്രൻ എന്ന കുട്ടിയുടെ 2 മാസം മുന്നേ ഉള്ള വീഡിയോ യൂട്യൂബിൽ ഉണ്ട്. അതിൻ്റെ താഴെ സ്ക്രോൾ ചെയ്ത് പോയാൽ മധുപാൽ കൃഷ്ണ പ്രവീൺ പ്രണവിൻ്റെ കസിൻ എന്ന ഐഡിയിൽ നിന്നും ഒരു കമൻറ്റ് കാണാം. മുഴുവനും വായിച്ച് നോക്കിട്ടോ, എല്ലാവരെയും തനിക്കൊണം അറിയാം. മധുപാൽ കൃഷ്ണ അതിൻ്റെ റിപ്ലൈ ആയി ഒരുപാട് കമൻസും കാണാം. കുറച്ച് സ്ക്രോൾ ചെയ്യിട്ടോ, നോ ദ ട്രൂത്ത്. മേ ബി ഇത് ആരോ പറയാൻ ആഗ്രഹിച്ചിട്ട് എൻ്റെ കമൻറ്റ് ബോക്സിലിട്ട കമൻറ്റാണ്. നമുക്ക് ആ ഒരു കമൻറ്റിലേക്ക് പോകാം. ഓക്കെ, ഞാൻ ആ കമൻറ്റിലേക്ക് എത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഞാൻ ആ കമൻറ്റ് വായിക്കാം. അതിനുശേഷം ആ കമൻറ്റ് താഴെ അവർ കൊടുക്കുന്ന റിപ്ലൈ നിങ്ങൾ നോക്കണം. നമുക്ക് നോക്കാം. ഇതാണ് ആ വീഡിയോ. ഓക്കെ, നിങ്ങൾക്കൊക്കെ എന്തറിയാം, ഞാനും എൻ്റെ ഫാമിലിയും ഫേസ് ചെയ്തത്. പ്രവീൺ പ്രണവ് എൻ്റെ സ്വന്തം കസിൻസാണ്. എൻ്റെ അമ്മയുടെ സ്വന്തം ആങ്ങളാണ് അവരുടെ അച്ഛൻ. പക്ഷേ ഈ ഒരു കുടുംബം കാരണം എൻ്റെ കുടുംബം നശിച്ചു. നിയമസഹായം ഉള്ളതുകൊണ്ട് മാത്രം ഇന്നും ജീവിച്ചിരിക്കുന്നുവെന്ന് ഒരാൾ പറയുന്നു. അതൊരു പെൺകുട്ടിയുടെ ഒരു ഫോട്ടോയാണ് അത് കാണുന്നത്. പെൺകുട്ടിയാണ് അത്. ബാക്കിയുള്ള കാര്യം വാട്ട് ഹാപ്പൻഡ് എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി ആൾക്കാർ എന്താ പറ്റിയെന്നൊക്കെ പറഞ്ഞ് നോക്കണം. ഈ കമൻറ്റ് വന്നേക്കുന്നത് 2 months ago, 2 മാസത്തിന് മുമ്പ്. ഇപ്പോഴത്തെ ഈ ഒരു വിഷയം നടക്കുന്ന സമയത്തല്ല, 2 മാസത്തിന് മുമ്പിട്ട കമൻറ്റാണ്. എന്താണെന്നൊക്കെ ചോദിക്കും. പറയുമ്പോൾ കാര്യങ്ങൾ വിശദമായി പറയണം. അല്ലാതെ ഒരു കുടുംബത്തെ അധിക്ഷേപിക്കുന്ന രീതിയിൽ സ്വാഭാവികമായിട്ട് നമ്മളാണെങ്കിൽ അങ്ങനെ ചിന്തിക്കുള്ളൂ. ഒരു കുടുംബത്തിന് ഒന്ന് പബ്ലിക്കായിട്ട് ഒന്നിങ്ങനെ കമൻറ്റ് ഇടുമ്പോൾ സ്വാഭാവികമായിട്ട് ആൾക്കാർക്ക് സംശയം ഉണ്ടാവും. അങ്ങനെ അവരോട് ചോദ്യങ്ങൾ ചോദിക്കുന്നു. ആ ചോദ്യത്തിന് അവർ മറുപടി പറയുന്നതാണ് ഇവിടെ ശരിക്കും നിങ്ങളെല്ലാവരും സൂക്ഷിച്ച് ശ്രദ്ധിച്ച് കേൾക്കേണ്ടത്. പറയാം, ഇത് ബാക്കിയൊരു കാര്യം, ഇതിൻ്റെ കാര്യങ്ങൾ ശരിയും തെറ്റൊക്കെ പറയാൻ അവർക്കേ കഴിയുള്ളൂ, ആ കുടുംബത്തിനേ കഴിയുള്ളൂ. നമുക്ക് ആർക്കും അറിയാത്ത കാര്യമാണ്. ഒരാൾ പറയുന്നു. ഇത് 2 മാസത്തിന് മുമ്പുള്ളതായതുകൊണ്ടാണ്, എൻ്റെ കമൻറ്റ് ബോക്സ് വന്നുകൊണ്ട് മാത്രമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത്. എല്ലാം പറയാം. ചടയമംഗലം എന്ന നാട്ടിൽ വന്ന് അന്വേഷിച്ച് നോക്കുക. ഞാൻ പറയുന്നത് കള്ളമാണോ അത് എന്ന് അതിലൂടെ പ്രൂവ് ആകും. ഇവരുടെ അച്ഛൻ പ്രദീപ് ഇന്ന് പ്രദീപിൻ്റെ ഒരു സഹോദരൻ മാത്രമല്ല ഉള്ളത്, ഒരു സഹോദരി ഉണ്ട്. അതാണ് എൻ്റെ അമ്മ. അഥവാ പ്രവീൺ പ്രണവ് ഇവരുടെ അച്ഛൻ്റെ സഹോദരിയുടെ മകളാണ് ഈ പറയുന്നു എന്നാണ് പറയുന്നത്. അതാണ് എൻ്റെ അമ്മ. എൻ്റെ പാരൻസ് ഡിവോഴ്സ്ഡ് ആണ്. അതൊക്കെ ആദ്യമൊക്കെ ഞങ്ങളെല്ലാം ജോയിൻറ്റ് ഫാമിലി ആയിരുന്നു, ഇൻക്ലൂഡിങ് ഇവരുടെ ഫാമിലിയും. അമ്മയ്ക്ക് കഷ്ടകാലത്തിന് 2ാമത് ജനിച്ചത് ഒരു പെൺകുട്ടിയായിപ്പോയി. ഇവരുടെ അച്ഛൻ ഉൾപ്പെടെ 2 ആങ്ങളമാരും ആ വീട് വിട്ടു. ഇതൊന്നും അവരുടെ തെറ്റല്ല കേട്ടോ. പക്ഷേ ഒന്നിനും പോകാത്ത എൻ്റെ ഫാമിലിക്ക് അപ്രതീക്ഷിതമായ ഒരു രാത്രി എൻ്റെ ബ്രദറിൻ്റെ അടുത്ത് എൻ്റെ ബ്രദറിനെ ഞങ്ങളുടെ അടുത്ത് നിന്ന് പിരിക്കുന്നു. ഇതൊന്നും കഥയായിട്ട് പറയാൻ പറ്റുന്ന കാര്യമല്ല. ഒരു ദിവസം പെട്ടെന്ന് ചേട്ടൻ ഞങ്ങളുടെ അടുത്ത് വേർതിരിച്ചു കൊണ്ടുപോകുന്നു. ചേട്ടനെ ഞങ്ങളുടെ അടുത്ത് നിന്ന് വേർതിരിച്ചു കൊണ്ടുപോകുന്നു. സ്വന്തം അമ്മയും പെങ്ങളും കാണാൻ ചെന്നതിൻ്റെ പേരിൽ സഹോദരിയുടെ വീട് ആക്രമിച്ചവരാണ് ഇവർ. ഇതൊന്നും ആരോടും കള്ളം പറയേണ്ട ആവശ്യമില്ല. ചടയമംഗലം അവിടെ തിരക്കിലെല്ലാം അറിയാം എന്ന കാര്യമാണ്. ഇതൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെന്നും ഇത് കുറേ പേർ കാണുന്നതാണെന്ന് എനിക്കറിയാവുന്നുള്ളത് കൊണ്ടല്ല ഞാനിതിൽ പറയുന്നത്. എന്തെങ്കിലും ഇതിൽ കള്ളത്തരം ഉണ്ടെങ്കിൽ ഇങ്ങനെ വന്ന് പറയാൻ ആരെങ്കിലും വേണം. അവർ സ്റ്റാറായാലും എന്തായാലും ഈ പ്രവീൺ ഉൾപ്പെടെ എൻ്റെ വീട് ആക്രമിച്ചതിലുണ്ടായിരുന്നു. ഒരു രാത്രി കൊണ്ട് ഒരുപാട് മുറിവുകൾ ഉണ്ടായി. രാത്രിക്ക് രാത്രി തന്നെ പോലീസ് ഇവരുടെ ഫാമിലിയെ അറസ്റ്റ് ചെയ്ത് അതാണ് പറഞ്ഞത്, നിയമസഹായം ഉള്ളത് കൊണ്ട് ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു എന്ന് പറയുന്നു. ആക്ച്വലി ഇവരുടെ പാസ്റ്റ് ലൈഫിൽ നടന്ന 2 മാസത്തിന് മുമ്പ് തൊട്ട കമൻറ്റാണ്. ഇതിൽ പാസ്റ്റ് ലൈഫിൽ നടന്നിട്ടുള്ള കാര്യമാണ്, നമുക്ക് ആർക്കും അറിയാത്തൊരു കാര്യമാണ്. ചിലപ്പം മേ ബി ഇനി വരുന്ന അപ്കമിങ് ഡേയ്സിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കോൺട്രവേഴ്സീസ് ഒക്കെ വന്നേക്കാം. മേ ബി എനിക്ക് തോന്നുന്നു ഇതൊക്കെ ഒരു സൂചനയായിട്ട് എനിക്ക് തോന്നുന്നു. 2 മാസത്തിന് മുമ്പേട്ട കമൻറ്റാണ്. എന്നിട്ട് ഇറ്റ്സ് ഓൾസോ പ്രൂവ്ഡ് റിയൽ മുഖങ്ങളുടെ റിയൽ ഫേസ് അറിയാം ആ നാട്ടുകാർക്ക് എന്ന് പറയുന്നു. എടാ എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ പറയുന്നു, എടോ ഈ പറയുന്നത് ഈ പ്രവീണിൻ്റെ അച്ഛൻ്റെ സ്വന്തം സഹോദരിയുടെ മോൾ തന്നെയാണ്, ഫേക്കല്ല എന്ന് ആ കുട്ടി പറയുന്നു. കബളിപ്പിച്ച് ജീവിക്കണം, ഇവരെക്കുറിച്ച് വീണ്ടും ഇല്ലാത്തത് പറയേണ്ട ആവശ്യം എനിക്കില്ല. വീഡിയോ ഇടയ്ക്കിടയ്ക്ക് വരുന്ന ഒരു അപ്പൂപ്പൻ ഉണ്ടായിരുന്നല്ലോ, ഇവിടെയാണ് വീണ്ടും അടുത്തൊരു ട്വിസ്റ്റ് ഉണ്ടായിരുന്നല്ലോ.
അതാണ് എൻ്റെ അമ്മയുടെ അച്ഛൻ, അതായത് ഈ പ്രണവിൻ്റെയൊക്കെ അപ്പൂപ്പൻ, അച്ഛൻ്റെ അച്ഛൻ, ഇവരുടെ അമ്മയുടെ അച്ഛൻ 7 മാസമായി മരിച്ചിട്ട് ഇന്നേ വരെ അവർ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടോ അപ്പോൾ മരിച്ചു എന്ന്? കാശ്മീർ ട്രിപ്പിൻ്റെ ഇടയ്ക്കായിരുന്നു അപ്പൂപ്പൻ മരിച്ചത്. ഒരു മനുഷ്യൻ്റെ ലൈഫ് കാണിക്കുന്ന സമയത്ത് തന്നെ എല്ലാ കാര്യങ്ങളും കാണിക്കണം. ഇതേപോലെ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ മാത്രം നല്ല വീഡിയോസ് ഇറക്കിയിട്ട് കാര്യമില്ല. അതായത് അവരുടെ അപ്പൂപ്പൻ്റെ മരണത്തിനെ കുറിച്ച് ആ ചാനലിൽ കൂടെ പറഞ്ഞിട്ടില്ല. ഇവർ എന്തോ പുറത്ത് ഓൾ ഇന്ത്യ ട്രിപ്പ് എന്തോ നടത്തുന്ന സമയത്താണ്, ഞാനത് കണ്ടിട്ടില്ല, ആ സമയത്താണ് ആ അപ്പൂപ്പൻ മരിച്ചത്. അതായത് ഇദ്ദേഹത്തിൻ്റെ പ്രവീൺ പ്രണവിൻ്റെ അച്ഛൻ്റെ അച്ഛൻ മരിച്ചിട്ട് അപ്പം ഇവരോടൊന്നും പറഞ്ഞില്ല. ചിലപ്പം അത് കാരണം താല്പര്യമായിരിക്കാം. അയ്യോ അപ്പൂപ്പൻ മരിച്ചോ, ഇപ്പോൾ ഇവരുടെ അച്ഛൻ അനിയനെയും വ്ളോഗിൽ കാണിക്കാറില്ലല്ലോ, 7 മന്തായി അപ്പൂപ്പൻ പോയിട്ട്. എടാ ഒരു ഡൗട്ട്, അപ്പം നിങ്ങൾ തമ്മിൽ ഇപ്പോൾ ഒരു കണക്ഷനും ഇല്ലേ? കണക്ഷൻ ഒന്നുമില്ല. വീട് ആക്രമിച്ചതിനും വധശ്രമത്തിനും പോലീസ് ഇവർക്കെതിരെ കേസെടുത്തു. ഇങ്ങനെ ഒരു പെങ്ങൾ ഉള്ളത് അവർ പറയാറില്ല, പിന്നെ അല്ലേ കല്യാണം. ഉടൻ വൈകാതെ ഒരു ദിവസം എല്ലാം വെളിച്ചത്ത് വരും. എല്ലാവരെയും എന്നും പറ്റിക്കാൻ ആർക്കും പറ്റില്ലല്ലോ എന്ന് പറഞ്ഞ് 1 മന്തിന് മുമ്പ് ആ കുട്ടി ലാസ്റ്റ് ഒരു കമൻ്റ് ഇട്ടു. ചിലപ്പോൾ അത് 8ആയിട്ട് തിരിച്ചടിച്ചതാണോ? അറിയത്തില്ല, എനിക്കറിയത്തില്ല. കർമ്മയാണോ? പ്രവീൺ അനിയൻ കൊച്ചു എൻ്റെ മാമൻ എന്ന് പറയുന്ന പ്രതി ഇവരൊക്കെ ഉണ്ടായത് വീട് കയറി ആക്രമിക്കാനെന്നൊക്കെ പറയുന്നു. യെസ് ദിസ് ഗേൾ ഈസ് കറക്റ്റ്. മേ ബി ഈ കമൻറ്റ് കണ്ടിരിക്കാം. അവർ ഒരു വീഡിയോ ഇട്ടു, ദേ വേറിൻ ഹാവിൻ ഓണം എന്ന തമ്മിലായിട്ട്, അതിൽ അപ്പൂപ്പൻ്റെ കാര്യം പറയുന്നുണ്ട്. ഓക്കെ എന്നൊക്കെ പറയുന്നു. എനിക്കറിയത്തില്ല, ഇതൊക്കെ സ്ഥിരമായിട്ട് ഇവരുടെ വ്യൂവേഴ്സിന് മാത്രമേ അറിയാൻ പറ്റുള്ളൂ. അതിന് ഉത്തരമില്ല. ഞങ്ങൾക്കറിയില്ല. പോലീസ് ചോദിച്ചു കൃത്യമായി മറുപടിയില്ല. എന്തിനാണ് ഇവർ ചെയ്യുന്നുള്ള ഒരു മറുപടി ഇല്ലെന്നാണ് പറയുന്നത്. ഒരു കുടുംബം അങ്ങനെ അങ്ങ് തുലച്ചു തന്നു എന്ന് പറയുന്നു. 7 മന്ത് കഴിഞ്ഞ് അല്ലെങ്കിൽ ഒരു ചോദിച്ചാൽ ഇനിയും കള്ളം പറയാൻ പറ്റില്ലല്ലോ എന്ന് പറയും. നിങ്ങളെല്ലാവരും പോയി ആ കമൻറ്റ് നോക്കി അറിയാം. എനിക്ക് അവരെ ഇഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ. യു സെഡ് ഇറ്റ്, ബ്ലൈൻഡ് ഫാൻസ് ഓൾസോ. ഓക്കെ എടാ, ഇപ്പോൾ അവർ അടിയായി, പ്രവീൺ വീട് വിട്ടിറങ്ങി. എന്താ റീസൺ എന്നറിയോ? മാരേജിന് ശേഷമാണോ ഇൻകം ഷെയർ ചെയ്തത്? അല്ല മുൻപേ അങ്ങനെ തന്നെ ആയിരുന്നു. ഓക്കെ, ഡൊമസ്റ്റിക് വയലൻസ് ആയിരുന്നു. നിങ്ങൾ ഇലിമിനാറ്റി വല്ലതുമാണോ? 1 മാസം ആയേ ഉള്ളൂ നിങ്ങളിത് പറഞ്ഞിട്ട് വെളിച്ചത്ത് വരുന്ന കാര്യങ്ങൾ. എനിവേ ഈ ഇൻഫോയിലൂടെ നിങ്ങൾ ഷെയർ ചെയ്തത് കൊണ്ട് ശരിക്കും ഉള്ള ഫേസ് പുറത്തു വന്നു, താങ്ക്സ് എന്നൊക്കെ പറഞ്ഞ് ആൾക്കാർ കമൻ്റ് ഇടുന്നു. കർമ്മ ഈസ് എ ബൂമർ ആകുന്ന ഏറ്റവും താഴത്തെ കമൻറ്റ്. എനിവേയ്സ് ഞാൻ ഈ ഒരു കാര്യം പറയാം. ഇപ്പം ഇത് എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നതുപോലെ തന്നെ മറ്റുള്ള കോണ്ടൻറ്റ് ക്രിയേറ്റേഴ്സിൻ്റെ കമൻറ്റ് ബോക്സിലേക്ക് വന്നേക്കാം. നാളെ ഇത് മറ്റുള്ള കോണ്ടൻറ്റ് ക്രിയേറ്റേഴ്സും അത് പറഞ്ഞേക്കാം, അല്ലെങ്കിൽ മറ്റുള്ള ചാനലുകളിലൂടെ ഇത് പുറത്ത് വന്നേക്കാം. എങ്ങനെ സംഭവങ്ങൾ വരും. ഇപ്പോൾ ഈ വീഡിയോസ് കാണുന്ന പല ആൾക്കാർക്കും ഒരു ഇതുണ്ടാവും, നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലെന്ന്. ആക്ച്വലി അതൊരു നല്ലൊരു ചോദ്യമാണ്. ഇതൊക്കെ റെലവൻ്റ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല. ആക്ച്വലി കഴിഞ്ഞ എൻ്റെ ഞാൻ 3 വീഡിയോ, ആ വീഡിയോക്കകത്തെല്ലാം ആദ്യത്തെ 2 വീഡിയോക്കകത്ത് നിങ്ങൾ നോക്കിയാൽ അറിയാം. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ അവരുടെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾ എന്തിനാണ് ഇത്ര ക്യൂരിയോസിറ്റി കാണിക്കുന്നത് എന്നാണ് ഞാൻ ആ വീഡിയോസിനകത്തെല്ലാം ഈ പബ്ലിക്കിനോട് ഞാൻ ചോദിച്ചിട്ടുള്ളത്. അതായത് അവർ വിട്ടേക്കൂ എന്നുള്ള ലെവലാണ്. എന്നിട്ട് കുറച്ച് മുമ്പ് ഒരു പ്രൂഫ് വന്നപ്പോൾ മാത്രമാണ് ആദ്യമായിട്ട് ഞാനകത്ത് ഇൻവോൾവ് ചെയ്ത് ഞാൻ സംസാരിച്ചത്. ഇപ്പോൾ നോക്കുമ്പോഴേക്കും അതിനെ ശരിവയ്ക്കുന്ന 2 മാസത്തിന് മുമ്പ് അവരുടെ ഇത് കാരണം അനുഭവിക്കേണ്ട ദുരനുഭവം പങ്കുവെച്ചുകൊണ്ട് അവരുടെ തന്നെ ഇവരുടെ അച്ഛൻ പ്രവീൺ പ്രണവ്, ഇവരുടെ അച്ഛൻ്റെ സഹോദരിയുടെ മകൾ, അവർ തന്നെ ഒരു കമൻറ്റ് ബോക്സിൽ കീർത്തന രവീന്ദ്രൻ എന്ന് പറഞ്ഞ കുട്ടിയുടെ ആ ഒരു ഇൻ്റർവ്യൂ വന്ന ആ കമൻറ്റ് ബോക്സിൻ്റെ അകത്ത് ഇട്ടേക്കുന്നൊരു കമൻറ്റ് 2 മാസത്തിന് മുമ്പ്, ഇപ്പോഴൊന്നും അല്ല. ഓക്കെ, അവർ വളരെ തിളങ്ങി നിൽക്കുന്ന സമയത്ത് ആ ഒരു കമൻറ്റ് ഇട്ടപ്പോൾ അവർക്ക് ആ ഒരു കമൻറ്റ് ബോക്സിനകത്ത് അവർക്ക് കുറേയധികം അവരുടെ ചോദ്യം ചെയ്യലുകൾ നടക്കുന്നു. അവരതിനുശേഷം ഇതെല്ലാം ഞാൻ എൻ്റെ ജീവന് പോലും ആപത്താണെന്നൊക്കെയുള്ള രീതിയിൽ പറയുന്നു. ഇവർ ആക്രമിച്ച കാര്യങ്ങളൊക്കെ പറയുന്നു. സോ ഇത്രയും ഒരു തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതിനെക്കുറിച്ച് സംസാരിച്ച ഒരാളെന്നുള്ള നിലയ്ക്ക് നിങ്ങളുടെ അറിവിലേക്ക് ഇത് ഷെയർ ചെയ്യുന്നു. ഇതിനെക്കുറിച്ചിട്ടുള്ള സത്യാവസ്ഥകൾ, അഥവാ ഇങ്ങനൊരു സംഭവം നടന്നിട്ടുണ്ടോ, ഇങ്ങനൊരു സാഹചര്യം ഉണ്ടായോ, അല്ലെങ്കിൽ ഈ ഒരു പെൺകുട്ടിക്ക്, പറയുന്നൊരു പെൺകുട്ടിക്ക് ഇങ്ങനൊരു അറ്റാക്ക് ഇവർക്കെതിരെ, ആ കുടുംബത്തിനെതിരെ ഇവർ നടത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ സ്വാഭാവികമായിട്ടും അവർക്കേ പറയാൻ കഴിയും. അല്ലെങ്കിൽ ആ പെൺകുട്ടി തന്നെ വിളിച്ചെത്തൊന്ന് പറയണം, അല്ലെങ്കിൽ ഇവർക്ക് പറയാൻ വേണ്ടിയിട്ട് കഴിയും. ചിലപ്പോൾ ഇത് താല്പര്യം ഉണ്ടാവണമെന്നൊന്നുമില്ല. എങ്കിലും ഇങ്ങനെ സാഹചര്യം ഉണ്ട്. അതിനി വരുന്ന ദിവസങ്ങളിൽ ചിലപ്പം ഇത് കുറച്ചുകൂടെ ഗ്രോത്ത് ആയേക്കാം എന്നെനിക്ക് തോന്നുന്നു. കാരണം ഈ ഒരു വിഷയം ഇവിടെ നിൽക്കാൻ സാധ്യതയില്ല. അല്ലെങ്കിൽ സത്യമായിട്ട് എനിക്ക് തോന്നുന്നൊരു കാര്യം, ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് ഇപ്പം പ്രണവ് പ്രവീണൊക്കെ എൻ്റെ കമൻസൊക്കെ അവർ കാണുമെന്ന് എനിക്കറിയത്തില്ല. എങ്കിലും ഞാൻ ഇൻബോക്സിലേക്ക് മെസ്സേജ് അയച്ചിരുന്നു. ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയം പറഞ്ഞു 10:30 സംതിങ് ആയി. അതിന് മുമ്പ് തന്നെ ഞാൻ ഇൻബോക്സിൽ മെസ്സേജ്, ബ്രോ ഇതൊക്കെ ഒന്ന്
പറഞ്ഞു തീർക്കുക. കാരണം രണ്ട് ഫാമിലി തമ്മിലുള്ള നിങ്ങളുടെ ഒരു ഫാമിലി തന്നെയാണ് രണ്ടായിട്ട് മാറി നിൽക്കുന്ന ഈ ഒരു സാഹചര്യങ്ങളെ പരമാവധി എത്രയും പെട്ടെന്ന് സോർട്ട് ഔട്ട് ചെയ്ത് ഫിൽട്ടർ ചെയ്ത് നന്നായിട്ട് പോകണം. ഇതൊക്കെ സോഷ്യൽ മീഡിയ ആണ് എന്നും ഒരുപോലെ നിൽക്കത്തില്ല എന്നൊക്കെ ഉള്ളൊരു കമൻറ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതവർ കാണുമോ കാണൂലെന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ ഇത് ഇനി വരുന്നതൊക്കെ ഇനി എങ്ങനെ ആയിരിക്കും എന്നുള്ളത് അറിയത്തില്ല. അതുകൊണ്ട് സോർട്ട് ഔട്ട് ചെയ്ത് ഫിൽട്ടർ ചെയ്ത് ഇഷ്യൂസൊക്കെ എല്ലായിടത്തും ഉണ്ടാവും. അതൊക്കെ സോർട്ട് ഔട്ട് ചെയ്ത് പോവുക. പിന്നെ നേരത്തെ ആ കുട്ടിയുടെ കാര്യത്തിൻ്റെ അകത്ത് സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ അത് അതിൻ്റെ അതർ സൈഡ് അപ്പർ സൈഡിൽ അവർക്ക് ഇനി എന്തൊക്കെയാണ് പറയാൻ വേണ്ടിയിട്ട് വരിക. അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അത് കാണുന്ന ആൾക്കാർ തീർച്ചയായിട്ടും ഇവർക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കാനുള്ള സാധ്യത ആയിരിക്കും വളരെ കൂടുതൽ. അതിനെക്കാട്ട് പരിഹരിക്കുക. ഒരു കുടുംബത്തിലുള്ളവർ തന്നെയാണല്ലോ ഇരുന്ന് പരിഹരിക്കുക. പബ്ലിക്കിൻ്റെ മുമ്പിലേക്ക് എന്നും ആൾക്കാർ ഇതെല്ലാം കണ്ടുകൊണ്ട് കൈയടിച്ചുകൊണ്ടിരിക്കുന്ന അറിയത്തില്ല. വളരെയധികം പീക്കിൽ നിന്ന പല ഫാമിലി വ്ളോഗേഴ്സും ചില സമയങ്ങളിലുള്ള ധാർഷ്ട്യവും അഹങ്കാരവും ഇതൊക്കെ കാരണം അവർ തീരെ താഴെ പോയി ഇന്ന് ഒരു വിലയുമില്ലാത്ത ആൾക്കാരായിട്ട് നടക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം കൂടെ ഈ ഒരു സമയത്ത് ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾക്കൊരു നല്ലൊരു ക്രെഡിബിലിറ്റി ഉള്ള ഒരു ചാനൽ ആ ഒരു റീച്ചിലേക്ക് നിൽക്കുന്ന സമയത്ത് തന്നെ ഇതൊക്കെ അനവസരത്തിലുള്ള കാര്യങ്ങളായിപ്പോയി. അതർവൈസ് ഇതൊക്കെ പുറത്ത് വന്ന കാര്യങ്ങൾ കണ്ടപ്പോൾ നിങ്ങളെ കണ്ടുകൊണ്ടിരുന്ന ആൾക്കാർക്ക് നിങ്ങളുടെ അടുത്തുള്ള വിശ്വാസ്യതയും കൂടെ താഴേക്ക് പോകാനുള്ള എല്ലാ പരിപാടികളും ഇപ്പോൾ തന്നെ കാണിച്ചു കഴിഞ്ഞു. അതിൻ്റെ മേൽ വീണ്ടും നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കരിവാരി തേക്കിച്ചാൽ ചിലപ്പോൾ അത് കുറച്ച് പേര് കാണുമായിരിക്കും. കാണുന്നവരെല്ലാവരും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നവരായിരിക്കുമെന്ന് വിശ്വസിക്കരുത്. കാണുന്നവർ എന്നും സപ്പോർട്ട് ചെയ്യുമെന്ന് വിശ്വസിക്കരുത്. അത് മാറ്റം വരും. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ തമ്മിൽ ഇരുന്ന് സംസാരിച്ച് തീർക്കാൻ പറ്റുന്നതൊക്കെ തന്നെ ആയിരിക്കും. പിന്നെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇനിയും പലതൊക്കെ വല്ലതൊക്കെ വരാനുണ്ടെങ്കിൽ അതൊക്കെ ഇങ്ങനെ സോഷ്യൽ മീഡിയ കുത്തിപ്പൊക്കിക്കൊണ്ട് വന്നുകൊണ്ടിരിക്കും. അത് സോഷ്യൽ മീഡിയയുടെ ഒരു സ്വഭാവമാണ്. നിങ്ങളുടെ ഈ ഒരു സൈഡിൽ നിന്നുണ്ടായൊരു പ്രശ്നം കാരണം അവർ ഈ പറയാനുള്ള ആൾക്കാരുടെ കാര്യങ്ങൾ പബ്ലിക്കിലേക്ക് എത്താൻ തുടങ്ങിയിട്ടുണ്ട്. ഇതുപോലെ പലതും ചിലപ്പോൾ വന്നേക്കാം. ആരും പെർഫെക്റ്റ് അല്ല. ഇപ്പം എൻ്റെ കാര്യങ്ങളിലേക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് പ്രശ്നങ്ങളുണ്ടാവും. ഈ കാണുന്ന ആൾക്കാരുടെ എല്ലാവരുടെ ലൈഫിനകത്ത് പ്രശ്നം ഉണ്ടായിട്ടുണ്ടാവാം. ചിലപ്പോൾ ഈ വിഷയം നമ്മൾ കാണുന്നതിൻ്റെ അപ്പുറത്തേക്ക് മറ്റേതെങ്കിലും വിഷയമായിരിക്കും. ചിലപ്പം ഇവരുടെ സൈഡ് നമുക്കറിയത്തില്ല. അത് ഞാനിപ്പോഴും പറയുന്നു, ഇവരുടെ സൈഡ് നമുക്കറിയത്തില്ല. ഒരു സൈഡ് ഇങ്ങനെ ഒരു കാര്യം വരുന്നു, അത് പല സ്ഥലങ്ങളിലേക്ക് ഇങ്ങനെ പ്രചരിക്കുന്നു. എൻ്റെ സൈഡിലെത്തിയപ്പോൾ ഞാൻ അറിയിച്ചു എന്ന് മാത്രം. അതുകൊണ്ട് പ്രവീൺ, പ്രണവ്, നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു വിഷയങ്ങൾ രമ്യമായി നിങ്ങളുടെ കുടുംബത്തോടെ ഒന്ന് പരിഹരിക്കുക. അതോടൊപ്പം തന്നെ ഇതെല്ലാം ഒന്ന് ശ്രദ്ധിക്കുക. ഇനിയും സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് ചില സമയങ്ങളിലെങ്കിലും നിങ്ങളോട് സ്ഥിരന്തരമായിട്ട് ക്വസ്റ്റ്യൻസൊക്കെ ആൾക്കാർ ചോദിച്ചെന്ന് പറ്റും. നിങ്ങൾ എല്ലാത്തിനും മറുപടി പറഞ്ഞു പോകാനാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരിക്കലും നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ തോന്നില്ല. ചിലതൊക്കെ ഇഗ്നോർ ചെയ്ത് നിങ്ങൾ നല്ല കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആ രീതി തന്നെ പോകുക. എത്രയോ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഉണ്ട്, അവരെല്ലാവരും ഇതുപോലെ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ട്. അതിന് ആവശ്യങ്ങളുള്ള കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക. അല്ലാത്തതിനെ വിട്ട് നിങ്ങൾ മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പ്രശ്നങ്ങൾ, ഗുരുതരമായ പ്രശ്നങ്ങളും വിഷമങ്ങളും ഈ പറഞ്ഞ പല കാര്യങ്ങളും എല്ലാവരുടെ ലൈഫിനകത്ത് നടക്കുന്നുണ്ട്. ആരും പെർഫെക്റ്റ് ഒന്നുമല്ല. അതുകൊണ്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇതുപോലെ വരുന്നത് കൊണ്ട് മാത്രം ഒന്നൊരു മുന്നറിയിപ്പായിട്ട് പറയുന്നു മാത്രം. അതുകൊണ്ട് എല്ലാം നല്ലതായിട്ട് തന്നെ വരട്ടെ. ഒരു കുഞ്ഞ് ജനിച്ചു, അതുകൊണ്ട് ആ ഒരു സന്തോഷം കളയാതെ ഈ കുടുംബങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ, അതൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ എല്ലായിടത്തും ഉണ്ട്. ആ പ്രശ്നങ്ങളൊക്കെ ഒന്ന് പരിഹരിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. നല്ലത് വരട്ടെ. സോ വീഡിയോ കണ്ട പ്രിയപ്പെട്ട സുഹൃത്തുക്കളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോ കാണുന്ന ഗൈസ്.